കമ്പകക്കാനം കൂട്ടക്കൊലപാതകത്തിൽ ഒരാൾ പിടിയിലായിരിക്കുകയാണ്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ആരാണ് പിടിയിലായത്? ഇയാളെ എവിടെ നിന്നാണ് പോലീസ് പിടിച്ചത്? അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്നാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന IG വിജയ് സാഖറെയും SP ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇടുക്കി സ്വദേശിയായ ഒരാളാണ് ഇപ്പോൾ ഇന്ന് അല്പം മുമ്പ് പിടിയിലായത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഗൂഢാലോചനയിലോ കൃത്യത്തിലോ ഇയാൾക്ക് പങ്കുണ്ട് എന്ന കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരാൾ കൂടി ഉടൻ പിടിയിലാകാനുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അയാൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇയാളെ ഏതാണ്ട് ട്രാക്ക് ചെയ്തു എന്നാണ് IG വിജയ് സാഖറെ അല്പം മുമ്പ് നമ്മോട് പറഞ്ഞത്. ഏതായാലും IG ഇടുക്കിയിൽ എത്തിയിട്ടുണ്ട്. കൃത്യമായ ദിശയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്ന് IG പറഞ്ഞു. ഏതായാലും ദുർമന്ത്രവാദവും അതുമായി ബന്ധപ്പെട്ട ആഭിചാര ക്രിയകളും ഒക്കെ തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മന്ത്രവാദവും ഇത്തരം ക്രിയകളും നിധിവേട്ടയും ഒക്കെ നടത്തുന്ന വലിയൊരു സംഘത്തിലെ ചെറിയ കണ്ണിയായിരുന്നു ഈ കൊല്ലപ്പെട്ട കൃഷ്ണൻ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചവരുമായി കൃഷ്ണന് ഇത്തരത്തിൽ ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കസ്റ്റഡിയിലെടുത്തവർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളതായി സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് ഇന്ന് വൈകിട്ടോടെ നെടുങ്കണ്ട സ്വദേശി ഉൾപ്പെടെ 4 പേരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. പക്ഷേ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചു. ഇവരുടെ മൊഴിയിൽ നിന്നാണ് ഇപ്പോൾ പിടിയിലായ ഇടുക്കി സ്വദേശിയുടെ പങ്കാളിത്തം വ്യക്തമായത് എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കാളിയാർ സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ നിർണായകമായ ഒരു കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് IG വിജയ് സാഖറെ അല്പം മുമ്പ് നമ്മോട് പറഞ്ഞത്. പ്രിയ സാരി, ഒപ്പം തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം തമിഴ്നാട്ടിലേക്കും പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അവിടെയും നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലും ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ തമിഴ്നാട്ടിലും ഉണ്ട് എന്ന് തന്നെയാണോ പോലീസിന്റെ നിഗമനം? പ്രിയ, കൊല്ലപ്പെട്ട കൃഷ്ണൻ തമിഴ്നാട്ടിൽ പോയി ചില ആഭിചാര ക്രിയകളും മന്ത്രവാദവും ഒക്കെ നടത്തിയിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിധി കണ്ടെത്തി നൽകാമെന്ന് അവകാശപ്പെട്ടായിരുന്നു ഇത്. പക്ഷെ നിധി ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ഇതിന് ഏർപ്പാട് ചെയ്തവരുടെ പണവും നഷ്ടപ്പെട്ടു. പണം നഷ്ടപ്പെട്ട ചിലരുടെ പ്രതികാരമാണ് കൊലയിലേക്ക് നയിച്ചത് എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കൊല്ലപ്പെട്ട കൃഷ്ണനെ തമിഴ്നാട് സ്വദേശികളായ ചിലർ പതിവായി മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഇത് മൊബൈൽ ഫോൺ രേഖകളിൽ നിന്ന് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു. ഇവരിൽ ചിലർ നിരവധി തവണ കഴിഞ്ഞ ദിവസങ്ങളിലായി കൊലപാതകത്തിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങളായി വണ്ണപ്പുറത്ത് എത്തിയിരുന്നു. കൃഷ്ണന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു എന്നും കണ്ടെത്തിയിരുന്നു. ഇവരെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഈ കൊലപാതകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇവരെ കണ്ടെത്തി ചോദ്യം ചെയ്യണം. അതിന്റെ ഭാഗമായാണ് അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരാളെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പിടിയിലായ ആളിൽ നിന്നും കൂടുതൽ നിർണായക വിവരങ്ങൾ പോലീസിന് സഹായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. IG വിജയ് സാഖറെയും ഇടുക്കിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി അന്വേഷണം ഏത് രീതിയിൽ മുമ്പോട്ട് പോകാനാണ് സാധ്യത? പ്രിയ, അന്വേഷണം നല്ല നിലയിൽ പുരോഗമിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം 2 ദിവസത്തിനുള്ളിൽ മാധ്യമങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ എന്നാണ് പറഞ്ഞത്. ചുരുക്കത്തിൽ അതിനർത്ഥം ഇന്ന് പിടിയിലായ ആൾക്ക് ഈ കൃത്യവുമായിട്ട് നേരിട്ടോ ഗൂഢാലോചനയിലോ പങ്കുണ്ട് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടിയാണ് IG വിജയ് സാഖറെ നേരിട്ട് സംഭവ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ SP-യുടെയും DYSP-യുടെയും നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിച്ച് ഇപ്പോൾ പുതിയ അറസ്റ്റിലേക്ക് എത്തിയതോടെ IG തന്നെ നേരിട്ട് സംഭവ സ്ഥലത്തെത്തി എന്നുള്ളത് ഗൗരവം തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. കൃത്യമായ നിലയിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന SP-യുടെയും IG-യുടെയും വാക്കുകൾ ചേർത്ത് വായിച്ചാൽ ഈ കേസിൽ ചില നിർണായകമായ നടപടികൾ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ അത് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. വ്യക്തിപരമായി പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത് നല്ല പുരോഗതിയുണ്ട്, 2 ദിവസത്തിനുള്ളിൽ ചില നിർണായക വിവരങ്ങൾ നിങ്ങളോടടക്കം പറയാൻ കഴിയുമെന്നാണ്. ശരി, കമ്പകക്കാനം കൂട്ടക്കൊലപാതകത്തിൽ ഒരാൾ പിടിയിലായിരിക്കുന്നു. ഇടുക്കി സ്വദേശിയാണ് പിടിയിലായിരിക്കുന്നത്. IG വിജയ് സാഖറെ ഇപ്പോൾ ഇടുക്കിയിൽ എത്തിയിരിക്കുകയാണ്. അന്വേഷണം നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കുട്ടനാട്ടിലെ കാലവർഷക്കെടുതികൾക്ക് ശാശ്വത പരിഹാരമായി കുട്ടനാട് പാക്കേജ് സമഗ്രമായി പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനം. ഇതിനായി കേന്ദ്ര സഹായം തേടും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആലപ്പുഴയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. വെള്ളപ്പൊക്കത്തിൽ ആലപ്പുഴ ജില്ലയിൽ മാത്രം 1000 കോടിയുടെ നഷ്ടം ഉണ്ടായതായി വിലയിരുത്തൽ. കുട്ടനാട്ടിലെ കാലവർഷക്കെടുതികൾക്ക് ശാശ്വത പരിഹാരമായി കുട്ടനാട് പാക്കേജ് സമഗ്രമായി പുനരുജ്ജീവിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി. ഇതിനായി കേന്ദ്ര സഹായം തേടും. 1000 കോടിയുടെ നഷ്ടം ആലപ്പുഴ ജില്ലയിൽ മാത്രം ഉണ്ടായതായി മന്ത്രി ജി സുധാകരൻ പറഞ്ഞു.
ഏകദേശം 1000 കോടി കവിഞ്ഞു. കാരണം റോഡ് മാത്രമുണ്ട് 500, കൃഷിയുണ്ട് 160 കോടി നഷ്ടമാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി റവന്യൂ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ എല്ലാ വകുപ്പുകളിലും സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കും. കുട്ടനാട് പാക്കേജ് പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് തുടർ നടപടി സ്വീകരിക്കാൻ കേന്ദ്രത്തെ സമീപിക്കും. സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ്. പിന്നെ ഇപ്പോഴത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എല്ലാ വകുപ്പിലും പ്രത്യേക ഓഫീസർമാരെ നിയമിക്കും. അവരെ എല്ലാം കൂടി ഏകോപിപ്പിക്കാൻ റവന്യൂ ജില്ലാതലത്തിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ നിയമിക്കും. കുട്ടനാട് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കും. രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അവ ലഭ്യമാക്കാൻ പഞ്ചായത്ത് താലൂക്ക് തലത്തിൽ അദാലത്ത് നടത്തും. കുട്ടനാട്ടിൽ ആകെ 123 ബണ്ടുകൾ തകർന്നതായും ഇവ പുനർനിർമ്മിക്കാനായി 20% തുക കൈമാറി കഴിഞ്ഞതായും കൃഷിമന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. മട കുത്താൻ 20% പൈസ കൊടുത്തു കഴിഞ്ഞു. 123 മടകളുടെ ലിസ്റ്റ് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. പാടശേഖര കമ്മിറ്റികളെല്ലാം തന്നെ അതിനാവശ്യമായ പണം കൊടുത്തു. അത് ഞങ്ങൾ ടെൻഡർ തന്നെ റിലാക്സ് ചെയ്ത് കൊടുത്ത് പാടശേഖരങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കും. പ്രളയക്കെടുതി നേരിടുന്നതിനായി കുട്ടനാടിനായി സഹകരണ മേഖലയിൽ പ്രത്യേക വായ്പാ പദ്ധതി നടപ്പാക്കും. വെള്ളമിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ശുചിത്വ മിഷൻ കുട്ടനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും തീരുമാനമായി. യോഗത്തിൽ മന്ത്രിമാരായ തോമസ് ഐസക്, G സുധാകരൻ, KK ശൈലജ, VS സുനിൽകുമാർ, മാത്യു ടി തോമസ്, E ചന്ദ്രശേഖരൻ, P തിലോത്തമൻ എന്നിവരടക്കം പങ്കെടുത്തു. അതേസമയം സ്ഥലം MLA കൂടിയായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ജില്ലയിലെ MPമാരായ KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും യോഗത്തിൽ പങ്കെടുത്തില്ല. കാലവർഷക്കെടുതിയെ പ്രതിരോധിക്കാൻ ശക്തമായ നടപടിയാണ് അവലോകന യോഗം എടുത്തത്. ക്യാമറമാൻ ഇമ്മാനുവൽ ഫ്രാൻസിസിനൊപ്പം CB ജോസഫ്. വയനാട്ടിലെ വെണ്ണിയോട് പുഴയിൽ കാണാതായ 4 അംഗ കുടുംബത്തിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ചുണ്ടേൽ ആനപ്പാറ സ്വദേശി നാരായണൻകുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെടുത്തത്. മറ്റു 3 പേർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. ചുണ്ടേൽ ആനപ്പാറ സ്വദേശി നാരായണൻകുട്ടി, ഭാര്യ ശ്രീജ, മക്കളായ സൂര്യ, സായുജ് എന്നിവരെയാണ് വെണ്ണിയോട് പുഴയിൽ കാണാതായത്. രാവിലെ ഇവരുടെ ചെരുപ്പും ബാഗും പുഴക്കടവിൽ കണ്ട നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത്. ഉച്ചയോടെയാണ് നാരായണൻകുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത്. ഫയർഫോഴ്സും നാട്ടുകാരും തുർക്കി ജീവൻ രക്ഷാ സമിതിയും ചേർന്നാണ് പുഴയിൽ തെരച്ചിൽ നടത്തിയത്. ഒരു ചേട്ടൻ കുടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ ചെരുപ്പും ബാഗൊക്കെ കിടക്കുന്ന കണ്ടത്. അപ്പോൾ എല്ലാവരും വിളിച്ച് പറയുമായിരുന്നു, പോലീസിനെ ഞങ്ങൾ ജനപ്രതിനിധികളെയൊക്കെ വിളിച്ച് പറയുമായിരുന്നു. പുഴയോരത്ത് നിന്ന് ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. വീട്ടിൽ നിന്നും 20 കിലോമീറ്ററോളം അകലെയുള്ള പുഴക്കടവിൽ ഇന്നലെ വൈകിട്ടോ ഇന്ന് രാവിലെയോ നാരായണൻകുട്ടിയും കുടുംബവും എത്തിയിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത്. ആത്മഹത്യക്കുള്ള കാരണത്തെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. ന്യൂസ് ബ്യൂറോ, വയനാട്. ഹോട്ടലുകളിൽ ബിയർ നിർമ്മിക്കുന്നതിന് ലൈസൻസ് അനുവദിക്കാനുള്ള യാതൊരു നടപടിയും സർക്കാർ തുടങ്ങിയിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. ഇത്തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമെന്നും മന്ത്രി പറഞ്ഞു. മദ്യ മേഖലയിൽ ഒരു നയം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ഈ ഹോട്ടലുകളിൽ ബിയർ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനവും ഇതുവരെയും ഗവൺമെൻറ് എടുത്തിട്ടില്ല. നിയമസഭ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ജനാധിപത്യത്തിന്റെ ഉത്സവം നാളെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ശാക്തീകരണം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ 2 ദിവസത്തെ സെമിനാർ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി നിയമസഭാ സമുച്ചയത്തിൽ നടക്കുന്ന ഒരുക്കങ്ങൾ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ വിലയിരുത്തി. വജ്രജൂബിലി ആഘോഷങ്ങളുടെ പരിസമാപ്തിക്ക് മുന്നോടിയായി കേരള നിയമസഭയുടെയും പാർലമെന്ററികാര്യ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ജനാധിപത്യം, അനുഭവം, ലക്ഷ്യം, ഭാവി എന്ന പൊതുവായ ചിന്താവിഷയത്തെ ആസ്പദമാക്കിയാണ് ജനാധിപത്യത്തിന്റെ ഉത്സവം എന്ന ആശയം ആവിഷ്കരിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് നിയമസഭാംഗണത്തിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവം, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, മന്ത്രി AK ബാലൻ തുടങ്ങിയവർ സംസാരിക്കും. സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ: ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം അവിടെ പൂർത്തീകരിച്ചു. 2500ഓളം വരുന്ന പേര് ഈ സമ്മേളനത്തിൽ പ്രതിനിധികൾക്ക് പുറമെ ഒബ്സർവേഴ്സായിട്ട് വരുമെന്നാണ് കരുതുന്നത്. എല്ലാം കൂടി ചേർന്ന് കേരളത്തിലെ വിവിധ കോളേജ് ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലുമുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ ഒരു വലിയ വിഭാഗം ഇത് സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. താല്പര്യം പ്രകടിപ്പിച്ച ഒരാളെയും തടസ്സപ്പെടുത്തുന്നില്ല. സംസ്ഥാനത്തെ MLA-മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 46 MLA-മാരും സമ്മേളനത്തിൽ പങ്കാളികളാകും. തിങ്കളാഴ്ച നടക്കുന്ന വിവിധ സമ്മേളനങ്ങളിൽ സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, കനിമൊഴി, പ്രൊഫസർ കാഞ്ച ഇലയ്യ, ഡോക്ടർ നരേന്ദ്ര ജാദവ്, കേന്ദ്രമന്ത്രി രാംദാസ് അതാവലെ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്നുള്ള മാസങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.